56-ാമത്തെ ശ്ലോകമാണ്. ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർമുനിരുച്യത്തെ. ദുഃഖങ്ങളിൽ അചഞ്ചലമായ മനസ്സോടു കൂടിയവനും സുഖങ്ങളിൽ ആഗ്രഹമില്ലാത്തവനും രാഗഭയക്രോധങ്ങളില്ലാത്തവനുമായ മുനി സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടും. ദുഃഖങ്ങൾ പലതാവാം. ആധ്യാത്മികമോ, അതായത് രോഗം മൂലമോ, തന്നിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ, അതാണ് ഈ ആധ്യാത്മികം. അതായത് രോഗം മൂലമോ, തന്നിലുള്ള രോഗം മൂലമോ, ചുറ്റുപാടിൽ നിന്നുള്ളത് കൊണ്ടോ രോഗം മൂലമോ. ആദി ഭൗതികമോ, അന്യരിൽ നിന്നുള്ള ആപത്ത് മൂലമോ, അല്ലെങ്കിൽ ആദി ദൈവികമോ, പ്രകൃതി കോപം മൂലമോ ആവാം. അവയിലൊന്നിലും മനസ്സിലാകാതിരിക്കുന്നവനും സുഖസാമഗ്രികളിൽ കൊതിയില്ലാത്തവനും രാഗഭയക്രോധരഹിതനുമത്രേ ജ്ഞാനി. ദുഃഖങ്ങൾ പലതാവാം. നമ്മുടെ ജീവിതത്തിലെ ഈ ഭാഗവത്തിൽ നമ്മുടെ ദുഃഖം, ഒരു മനുഷ്യൻ്റെ ദുഃഖം 3 ദുഃഖങ്ങളെ ഉള്ളെന്ന് പറയും. ഏത് ദുഃഖം എടുത്താലും ഈ ഒരു കാറ്റഗറിയിൽ വരും. ഒന്നീ ആധ്യാത്മികം, അല്ലെങ്കിൽ ആദി ദൈവികം, അല്ലെങ്കിൽ ആദി ഭൗതികം. അപ്പം ഇതിനകത്ത് പറയുന്നത് ഈ ആധ്യാത്മികവും ആദി ദൈവികവും ആദി ഭൗതികവും ഒക്കെ ഭാഗവത്തിലെ ഒരു കൺസെപ്റ്റ്. അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ആധ്യാത്മിക വെച്ചാൽ രോഗം മൂലം നമുക്ക് രോഗം. ആദി ഭൗതികം വെച്ചാൽ അന്യരിൽ നിന്നുള്ള, ഇതിനകത്ത് എഴുതുന്നുണ്ട്, അന്യരിൽ നിന്നുള്ള ആപത്ത് മൂലമോ. ആദി ദൈവികം വെച്ചാൽ പ്രകൃതി അന്ന് ആ ദൈവം എന്ന് വെച്ചാൽ പ്രകൃതിയെക്കുറിച്ചുള്ളതാണ്. പ്രകൃതികളെയാണ് നിന്ന് ആരാധിച്ചിരുന്നത്. അപ്പം പക്ഷെ ഈ ആധ്യാത്മികം, ആദി ദൈവികം, ആദി ഭൗതികം, ഇതിനെ നമ്മൾ ഉദിച്ചതിന് സ്വാമി പറഞ്ഞ ഒരു വേർഷനുണ്ട്. അത് നമുക്ക് വളരെ ഈ രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ദുഃഖങ്ങൾ ഈ രീതിയിലേ ഉള്ളൂ. അതപ്പം പ്രകൃതി കോപം മൂലമോ വേറെ എന്തെല്ലാം തരത്തിലുള്ള നമുക്ക് ദുഃഖങ്ങളുണ്ട്. അപ്പം ഇതിനെക്കാട്ടിൽ വേറൊരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം, ആദി ദൈവികം, ആദി ഭൗതികം. ഈ 3 ദുഃഖങ്ങൾ, ഏത് ദുഃഖം നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഏത് ദുഃഖങ്ങൾ ഈ 3 കാറ്റഗറിയിൽ വരും. സ്വാമിജിയുടെ ഒരു വേർഷൻ അനുസരിച്ച് ഞാൻ പറയാം. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീര സംബന്ധമായിട്ട്, അവരവരുടെ ശരീര സംബന്ധമായിട്ടുള്ള രോഗം മൂലം എന്തെങ്കിലും, ഈ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഈ ശരീരത്തിൻ്റെ എന്തെങ്കിലും കൊണ്ട് എനിക്ക് ദുഃഖം ഉണ്ടാകാം ഈ ശരീര സംബന്ധമായിട്ട്. അതിനെ ആധ്യാത്മികം എന്ന് പറയാം. ആദി ദൈവികം, ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, എല്ലാത്തിലും ബ്രഹ്മമാണല്ലോ, ഈശ്വരൻ്റെ അംശമാണ്. ആദി ദൈവികം, അതാ സ്വാമിജി പറഞ്ഞ ഒരു പ്രശ്നം. ആദി ദൈവികം എന്ന് പറഞ്ഞാൽ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജീവനുകളും, ചില നമ്മുടെ ബന്ധുക്കളെ, ഭാര്യ, ഭർത്താവ്, മക്കള്, അച്ഛനമ്മ, ബന്ധുമിത്രാദികളെ, അല്ലെങ്കിൽ മൃഗങ്ങൾ, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചൈതന്യവത്തായിട്ടുള്ള ആൾക്കാർ, ആദി ദൈവികം. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ദുഃഖം വരും. ഒന്നാമത്തെ ദുഃഖം ആധ്യാത്മിക ദുഃഖം. എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും രോഗമോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ എനിക്ക് ശരീരം കൊണ്ടുള്ള ദുഃഖം ഉണ്ടായി നമുക്ക്. രണ്ടാമത്തേത് ആദി ദൈവികം വെച്ചാൽ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ജീവികൾ ആയിട്ട് അതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം വരും. നമ്മുടെ ദുഃഖം അങ്ങനെ ഉണ്ട്. മൂന്നാമത്തെ ദുഃഖം വെച്ചാൽ നമ്മുടെ ആദി ഭൗതികമാണ്. ഭൗതിക സമ്പത്ത് എന്ന് വെച്ചാൽ എൻ്റെ സമ്പത്ത്, ജോലി, പണം, സ്വർണം, എൻ്റെ ജോലി, ഇതൊക്കെ ആദി ഭൗതികത്തിൽ വരും. നമ്മുടെ ഏത് ദുഃഖങ്ങളും ഈ 3 കാറ്റഗറിയിൽ വരത്തില്ലയോ? ഷീബ അതൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഈ നമുക്ക് ഉണ്ടാകുന്ന ദുഃഖങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഒന്നീ എൻ്റെ ശരീര സംബന്ധമായി ഞാൻ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ദുഃഖങ്ങൾ, അത് രോഗം മൂലം വരാം, വേറെ എന്തും വരാം. അത് ആധ്യാത്മികം ഇല്ലയോ? ഒന്ന് നമ്മൾ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ എനിക്ക് ദുഃഖം വരും. ഞാനുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടത് എൻ്റെ ബന്ധുക്കൾക്കോ ഒക്കെ ആൾക്കാർക്ക്, അല്ലാതെ ഒത്തിരി ദൂരെ ഈ ശരീരമായിട്ട് ബന്ധപ്പെടാത്ത ആൾക്കാർ എത്രയോ ഉണ്ട്. അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സഹതപിക്കുന്നുള്ളൂ, എനിക്കൊരു ദുഃഖമായി മാറത്തില്ലത്. ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അത് ആദി ദൈവികം.
ആ ആദി ഭൗതിക ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ, ഈ ശരീരത്തുമായിട്ട് ബന്ധപ്പെട്ട് ജോലി, വസ്തു, അല്ലെങ്കിൽ ഇതെല്ലാം. ഇപ്പം നമ്മളൊരു കാറ് വാങ്ങിച്ചു. കാറ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഭൗതികത്തിൽ വരുന്നത്, ആ കാറിന് എന്തെങ്കിലും പുതിയതായിട്ടൊരു കാറ് വാങ്ങിച്ച് സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും. എവിടെയെങ്കിലും പോയി ഒരു ആക്സിഡന്റ് ആയാൽ നമുക്ക് വിഷമം വരും. അപ്പം അതേ സമയത്ത് നമ്മളൊരു കാർ വെച്ച് കുറച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ വിറ്റു. വിറ്റതിന് ശേഷം അതിനൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നെങ്കിൽ നമുക്ക് വിഷമം വരുമോ? നമ്മുടെ ഓണർഷിപ്പിൽ ഇരിക്കുമ്പോൾ ആ അത് പറ്റുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വിഷമോ? നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് ആ കാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വല്ല വിഷമമുണ്ടോ, ദുഃഖമുണ്ടോ? എന്ന് ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒന്ന് ഈ ശരീര സംബന്ധമായിട്ടുള്ള ദുഃഖം, അല്ലെങ്കിൽ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കൊണ്ടുള്ള ദുഃഖം, അവർ മുഖേന അവർക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടായാലും അവരെ കൊണ്ടുണ്ടായാലും ഇതൊക്കെ അവർ മുഖേന ഉണ്ടാവുന്ന ദുഃഖം. മൂന്നാമത്തത് ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ, എൻ്റെ ജോലിയാകാം, എൻ്റെ പണമാകാം, എൻ്റെ സ്വർണമാകാം, എൻ്റെ വസ്തുവാകാം, എന്തുമായിക്കോട്ടെ, ഇതിനൊക്കെ ലാഭമൊക്കെ നഷ്ടമൊക്കെ എല്ലാം വരുവാണെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാകാം. അതൊക്കെ നശിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ദുഃഖം, ഈ ജീവിതത്തിലെ ദുഃഖങ്ങൾ ഈ മൂന്ന് കാറ്റഗറിപ്പെടുത്താം: ആധ്യാത്മികം, ആദി ദൈവികം, ആദി ഭൗതികം. നമുക്ക് ഈ മൂന്ന് ദുഃഖങ്ങളേ ഉള്ളൂ. അതിനെ ഞാൻ ഭാഗവതത്തിൽ താപത്രയം എന്ന് പറയും. അപ്പോൾ ഭാഗവതം പഠിച്ചാൽ നമ്മുടെ ഈ താപത്രയം ഇല്ലാതാവും. എന്നുവെച്ചാൽ നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാവും. എന്നുവെച്ചാൽ എന്തുവാ, നമ്മൾ ഈ പാരമാർത്ഥിക സത്യങ്ങളെ മനസ്സിലാക്കി ഇരുമ്പോഴത്തേക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ, പെയർ ഓഫ് ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള എനിക്ക് ദ്വന്ദ്ങ്ങൾ ഇല്ലാതാവും. അപ്പൊ എൻ്റെ ശരീരത്തിനോ ശരീരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ ആ വസ്തുക്കൾക്കോ എനിക്ക് ലാഭമായാലും നഷ്ടമായാലും സുഖമായാലും ദുഃഖമായാലും എനിക്ക് ഒരേ അവസ്ഥ. അപ്പൊ അത് പിന്നെ അതില്ല, അതിനൊരു പ്രസക്തിയില്ല. പിന്നെ ദുഃഖത്തിനോ സുഖത്തിനോ ഒരു പ്രസക്തിയില്ല അവിടെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിനെ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളെ സാധിച്ച് എൻ്റെ ദുഃഖം മാറുന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അപ്പം ഈ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളും ആവാം. ഈ മൂന്ന് ദുഃഖങ്ങൾ മനസ്സിലാകാതിരിക്കുന്നവനും സുഖസാമഗ്രികളിൽ കൊതിയില്ലാത്തവനും രാഗഭയ ക്രോധരഹിതനും അത്രേ. അപ്പൊ രാഗം, ഭയം, ക്രോധം, ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നത്. സാധാരണ മനുഷ്യരിൽ നൂറുകണക്കിന് കാണപ്പെടുന്ന ദുർഗുണങ്ങൾ ഒന്നുപോലും സിദ്ധപുരുഷനിൽ ഉണ്ടാവില്ല. എങ്കിലും രാഗം, ഭയം, ക്രോധം, ഇങ്ങനെ മൂന്നെണ്ണം മാത്രമേ ഇവിടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവ വ്യാസഭഗവാൻ വിട്ടുകളഞ്ഞതാണോ? എങ്കിൽ ഈ പ്രസ്താവന അപൂർണമായി സൂക്ഷ്മമായി പരിശോധിച്ചാൽ അല്ലെന്ന് കാണാം. അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങളെ പറയുന്നു: രാഗവും ഭയവും ക്രോധവും ഇല്ലാത്തത്. രാഗവും ഭയവും ക്രോധവും ഇല്ലാത്തതിനകത്തുമാണ് ജ്ഞാനി. ഈ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ രാഗവും ഇല്ല, ഭയവും ഇല്ല, ക്രോധവും ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ദുഃഖങ്ങൾ. അല്ലാതെ എത്രയോ പല ദുഃഖങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ മൂന്ന് ഇതിൽ വരും. മുമ്പേ പറഞ്ഞ പോലെ ആധ്യാത്മിക, ആദി ദൈവികം, ആദി ഭൗതികം പറഞ്ഞ പോലെ ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് രാഗം, ഭയം, ക്രോധം. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ആഗ്രഹങ്ങളൊക്കെ വെടിഞ്ഞ ജ്ഞാനിയുടെ മനസ്സിൽ പ്രശാന്ത ഭാവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആഗ്രഹങ്ങളൊക്കെ വെടിഞ്ഞ ജ്ഞാനിയുടെ മനസ്സിൻ്റെ പ്രശാന്ത ഭാവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ നേരെ രാഗം ജനിക്കുക നമ്മൾ ഒരു വസ്തുവിനെ ആഗ്രഹിച്ചു, ഒരു കാര്യം നടക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രാഗം, അതിലോട്ടുള്ളൊരു അട്രാക്ഷൻ, എനിക്കിത് വേണം, ഇത് കിട്ടണം, അതിനെ രാഗം എന്ന് പറഞ്ഞ്, ആ രാഗം, അതിനോടുള്ള ഒരു ഇഷ്ടം വരുന്നു, രാഗം ജനിക്കുക സ്വാഭാവികം. രാഗം വളരുന്നതോടൊപ്പം ഉള്ളിൽ ഭയം ഉണ്ടാവും. എനിക്ക് എനിക്ക് ഒന്നിനോട് ഇതുണ്ടായി, ഞാൻ അതിനെ കരസ്ഥമാക്കുന്നു, അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുവോ എന്നുള്ള ഒരു ഭയം വരും. എനിക്ക് കിട്ടി, പക്ഷെ കിട്ടിയെങ്കിലും ഇത് കയ്യിൽ നിന്ന് പോവോ, അതൊരു ഭയമാണ്. ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ളൊരു ഭയം. രാഗം വളരുന്നതോടൊപ്പം ഉള്ളിൽ ഭയമുണ്ടാവും. കൊതിക്കുന്ന വസ്തു കിട്ടിയില്ലെങ്കിലോ, കിട്ടിയാലും മറ്റാരെങ്കിലും തട്ടിയെടുത്തെങ്കിലോ എന്നിങ്ങനെ. കിട്ടുമോ, ഞാൻ ആഗ്രഹിക്കുക, കിട്ടുമോ, ഒരു ഭയം, അയ്യോ ദൈവം കിട്ടുമായിരിക്കുമോ, അല്ലെങ്കിൽ കിട്ടിയാലോ ആരെങ്കിലും തട്ടിയെടുത്തുകൊണ്ട് പോവോ, ഇതൊരു ഭയമാണ്. ഇഷ്ടവസ്തുവിൻ്റെ നേരെയുള്ള ആഗ്രഹം രാഗമായി വളരുകയും അത് കിട്ടിയില്ലെങ്കിലോ എന്ന ഭയം ഉളവാകുകയും ചെയ്യുമ്പോൾ ആരെങ്കിലും അത് തട്ടിയെടുക്കാൻ വന്നാൽ അയാളുടെ നേരെ ക്രോധം ജനിക്കുകയുണ്ടായി. നമ്മൾ ആശിച്ച് പിടിച്ചൊരു വരുമ്പോഴത്തേക്ക് വേറെ ആൾ തട്ടിയെടുത്തിട്ട് പോവാം. അപ്പം നമുക്ക് ചുമ്മാ ഇരിക്കാം, നമുക്ക് ക്രോധം ഉണ്ടാവും. ഈ ഏത് കാര്യം എടുത്തുപോലും ഈ ഒരു മൂന്ന് കാറ്റഗറിയിലാണ് പോകുന്നത്: രാഗം, ഭയം, ക്രോധം. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മൂന്ന് ലെവൽ ഓഫ് നമ്മുടെ
ഈ അനുഭവങ്ങളുടെ ആധാരം. അതായത് രാഗം തന്നെ തടസ്സപ്പെടുമ്പോൾ ക്രോധമായി മാറുന്നു എന്ന് അർത്ഥം. ജ്ഞാനിക്ക് ആഗ്രഹങ്ങൾ തന്നെയില്ല, അതിനാൽ രാഗഭയ ക്രോധങ്ങൾ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ, ആഗ്രഹങ്ങൾ നമ്മുടെ ഇന്നലത്തെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. നമ്മുടെ ഞാൻ ഈ പാരമാർത്ഥ്യ സത്യങ്ങളെയൊക്കെ മനസ്സിപ്പം നമ്മൾ ഒരു വാസനയിലാണ് ജനിച്ചിരിക്കുന്നത്. ഈ വാസനയിൽ നിന്നാണ് എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്, കാമം ജനിക്കുന്നത്. ഈ എൻ്റെ ആഗ്രഹത്തിൻ്റെ എല്ലാം മൂല കാരണം എന്തുവാ? അവരവരുടെ സംസ്കാരമാണ്, പ്രാരബ്ധമാണ്, കർമ്മഫലമാണ്, വാസനയാ. ഈ വാസന കാരണം എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, ഓരോ ആഗ്രഹങ്ങൾ. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെയൊക്കെ, ഈ പാരമാർത്ഥ്യ സത്യങ്ങളെയൊക്കെ മനസ്സിലാക്കി ഇതിനെ ഞാൻ തിരിച്ചറിഞ്ഞ് മനസ്സിനെ നിരന്തരം അഭ്യാസത്തിൽ കൂടെ, എങ്ങനെ ഈ നിരന്തര ചിന്തനത്തിൽ കൂടി ഞാൻ ഈ ഈശ്വരൻ ഇതിനെ ഉറപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് പെയർ ഓഫ് ഓപ്പോസിറ്റ്സ് ഇല്ല. എന്ന് വെച്ചാൽ എന്തുവാ? അനുകൂല പ്രതികൂല അനുഭവങ്ങൾ എനിക്കില്ല. കാരണം എന്താ? ഞാൻ ഈ പാരമാർത്ഥ്യ സത്യങ്ങളെ മനസ്സിലാക്കി ഞാൻ ഈശ്വരന്റെ അംശമാണെന്നും ഞാൻ ദേഹമല്ലെന്നും ഞാൻ ഈ ബുദ്ധിയല്ലെന്നും ഇതെല്ലാം ഈശ്വര ചൈതന്യം നടക്കുന്ന എൻ്റെ പ്രാരബ്ധത്തിൻ്റെ അനുഭവങ്ങളാണെന്നും ഇത് ഇങ്ങനെ നിൽക്കത്തില്ലെന്നും അതിനൊരു അതങ്ങനെ നിൽക്കത്തില്ല, അത് വന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. ഞാൻ എന്തിനു വിഷമിക്കണം? അപ്പം എനിക്ക് ഈ സുഖവും ദുഃഖവും ഞാൻ ഇതിനത്തെ ഉണ്ടാകും. ഈ ആഗ്രഹത്തിന് എന്തിനാ എനിക്കൊരു ആഗ്രഹം വരുന്നേ? അതിൽ നിന്ന് എനിക്ക് ആഗ്രഹം സാധിക്കണം, എനിക്ക് സുഖം കിട്ടണം. എനിക്ക് ഇതെല്ലാം സത്യങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് ഇതൊരു അല്ലയോ സമചിത്തത, ഓപ്പോസിറ്റ് അനുഭവത്തിലോട്ട് ഞാൻ പോകത്തില്ല. സുഖം വരുമ്പോൾ മേപ്പോട്ട് പോകുന്നില്ല, ദുഃഖം വരുമ്പോൾ താപ്പോട്ട് പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ഈ ആഗ്രഹത്തിന് പ്രസക്തി ഇല്ലാതാവും. ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ സുഖത്തിലോട്ട് പോകണം, അല്ലെങ്കിൽ എനിക്ക് അത് കിട്ടിയില്ലെങ്കിലോ ദുഃഖത്തിലോട്ട് പോകണം. ഇതെനിക്ക് രണ്ടും ഉണ്ടാവുന്നില്ല. കിട്ടുമ്പോൾ ഞാൻ മേപ്പോട്ടും പോകുന്നില്ല, കിട്ടാത്തപ്പോൾ എനിക്ക് താഴോട്ടും പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ബാലൻസ്ഡ് ആവുക, അത് നള്ളിഫൈ ചെയ്ത് പോകും. അപ്പം ആഗ്രഹത്തിന് പ്രസക്തിയില്ലാതെ പോകുന്നു. ആഗ്രഹത്തിന് പ്രസക്തിയില്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആഗ്രഹം വന്ന ഈ വാസനയ്ക്ക് അവിടെ നിലനിൽപ്പുണ്ടോ? അതില്ല, അത് വാനിഷ് ആവും. അതാ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഞാൻ ഈ സത്യത്തിൽ ഉറയ്ക്കുന്നതോടുകൂടി, ഞാൻ ഈ പാരമാർത്ഥിക സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് മനനം ചെയ്ത് ഞാൻ ഈശ്വരന്റെ അംശമാണെന്നുള്ള ഉറപ്പ്, ഞാൻ ദേഹമല്ല, ഞാൻ ഈ മംഗളസ്വരൂപനാണ്, ഈ ചൈതന്യവത്താണ്, ഞാൻ ഇതിന്റെ ഈ ഡിവൈൻ പവറിന്റെ അംശമാണെന്നുള്ള എനിക്ക് ഉറപ്പ് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് പിന്നെ ഈ ആഗ്രഹങ്ങളെ എനിക്ക് ഇല്ലാതാവും വെച്ചാൽ ഞാൻ ഇല്ലാതാക്കുകയല്ല, അതായിട്ട് വാനിഷ് ആവുക. ആഗ്രഹങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ വാസനയ്ക്ക് നിലനിൽപ്പില്ല. ഈ ആഗ്രഹങ്ങൾ വന്നത് വാസനയിൽ നിന്ന്, ആഗ്രഹങ്ങളെ അവിടെ ഇല്ലാതാവുന്നു, വാനിഷ് ആവുന്നു. ഇപ്പൊ പിന്നെ വാസനയും ഇല്ലാതാവുക. അതാ പറയും, നമ്മളിപ്പോ ഈ രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ് ജ്ഞാനിയുടെ. അത് ആനന്ദാവസ്ഥയാണ്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മൾക്ക് ഈ രാഗവും ഭയവും ക്രോധവും എല്ലാം എന്തുകൊണ്ട് വരുന്നതാ? ഈ ആഗ്രഹങ്ങൾ സാധിച്ചാൽ നിലനിൽക്കൂ, ഇതിനകത്ത് നിന്നെല്ലാം വരുന്ന ഈ അനുകൂല പ്രതികൂല അനുഭവങ്ങളല്ലേ ഇതെല്ലാം. ഞാൻ ഭ്രമിക്കത്തില്ല, ഇതെല്ലാം ഒരു ഭ്രമമാ. അത് ഇതിനെ തിരിച്ചറിഞ്ഞും എൻ്റെ മനസ്സ് ഈ ഈശ്വരൻ ചൈതന്യത്തിൽ ഉറച്ചാൽ, ഞാൻ മംഗളസ്വരൂപിയായ ഈശ്വരന്റെ അംശമാണെന്ന് ഞാൻ ഒരു ഉറപ്പ് വന്നാൽ, ഇപ്പൊ നമ്മളെന്ത് വിചാരിക്കും? ഞാൻ ശരീരമാണ്, എനിക്ക് ഈ ബുദ്ധിയും എൻ്റെ കഴിവുകളും ഒക്കെയാണ്, ഞാൻ ഇതിലല്ല ഞാൻ ഊറ്റം കൊള്ളുന്നത്. എന്നിലൊരു ഡിവൈൻ പവർ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, മനസ്സ് അതിൽ ഫിക്സ് ആയി കഴിഞ്ഞാൽ, ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, പിന്നെ എനിക്ക് ഈ ആഗ്രഹങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാവും. അതുപോലെ ഈ എക്സിസ്റ്റിംഗ് വാസനകള് പോയി പോവും. അതേസമയത്ത് എൻ്റെ ഈ പ്രാരബ്ധം, ഞാൻ ഈ ശരീരം അനുഭവിച്ച, പക്ഷേ എൻ്റെ മനസ്സിനെ അഫക്റ്റ് ചെയ്യത്തില്ല. എനിക്ക് ഈ ജന്മത്തിൽ വന്ന പ്രാരബ്ധം ഈ ശരീരം ഫേസ് ചെയ്തേ പറ്റൂ. അതിൻ്റെ പക്ഷെ മനസ്സിനെ ടച്ച് ചെയ്യത്തില്ല. ഈ പ്രാരബ്ധം ഈ ബാക്കി നിൽക്കുന്ന സഞ്ചിത കർമ്മവും ആഗാമികവും ഇല്ലാതെ വാനിഷായി പോവും. പ്രാരബ്ധം മാത്രം നിലനിൽക്കും വൺസ് എനിക്ക് ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ. അപ്പൊ ഈ പ്രാരബ്ധവും എന്നെ ഏൽക്കുന്നതുമില്ല. ഞാൻ അതിൽ നിന്ന് ഞാൻ ശരീരമല്ല, ശരീരത്തിനാണ് പ്രാരബ്ധം, ഞാൻ ഈശ്വരന്റെ അംശമാ. അതാ നമ്മൾ ഈ മനസ്സിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്ന അവസ്ഥ, അതാ നിസ്സംഗത്വം. ഈ എല്ലാത്തിനോടും നിസ്സംഗത്വമാണ്. എനിക്ക് അവിടെ അനുകൂല പ്രതികൂല അനുഭവങ്ങളില്ല. എനിക്കപ്പോൾ ആ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം എനിക്ക് ആനന്ദാവസ്ഥയാണത്. പിന്നെ എനിക്ക് സുഖവും ദുഃഖവും ഇല്ല, അവിടെ ആനന്ദം മാത്രം. നടന്നാലും നടന്നില്ലേലും എനിക്ക് ഒരേ അവസ്ഥ. പിന്നെ ഞാൻ ഈ ആഗ്രഹത്തിന്റെ പുറകെ നമ്മൾ അലയൂ? നടന്നാലും നടന്നില്ലേലും എനിക്ക് ഒരേ അവസ്ഥയെങ്കിൽ ഞാൻ ഏതിന്റെ പുറകെ പോകാനാ? നമ്മളെന്തിനാ ഇപ്പൊ പോകുന്നേ? നടക്കാൻ വേണ്ടിയാ, ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാ ഈ അലയുന്ന പറിച്ചു പോയി. അപ്പൊ അതങ്ങ് നിൽക്കും.
അപ്പൊ അവിടെ ഇപ്പം ഞാൻ എപ്പോഴും ഞാൻ അതിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ സ്ഥിര സ്വഭാവമാവും. അതായി പിന്നെ ആ സ്വഭാവം ആ വാസനയുണ്ട്. എന്തിന്റെ വാസന? ഞാൻ ഈശ്വരനിലോട്ട് ലയിക്കണം. കാരണം ഞാൻ ഇത് ഈ ബാലൻസ്ഡ് ആയി കഴിഞ്ഞു. പിന്നെ എനിക്കൊരു വാസന വാസനയുണ്ട്. അത് എനിക്ക് ഈ ശരീരം വിടുന്നവരെ, ഈ ശരീരം നിലനിൽക്കുന്ന എനിക്ക് പിന്നെ ജന്മമില്ല. ഈ ശരീരത്തിന്റെ ഈ ഈ ശരീരം നിലനിൽക്കാൻ വേണ്ടിയുള്ള വ്യാവഹാരികതയെ നടത്തത്തുള്ളൂ. അല്ല, ആഗ്രഹത്തിന്റെ പുറകെയുള്ള വ്യാവഹാരികത ഇല്ല, ഇൻട്രാക്ഷൻ ഇല്ല. അവിടെ ഞാൻ ആനന്ദാവസ്ഥയില്ല. ഞാനും ചെയ്താലും ചെയ്തില്ലേലും അപ്പം നമ്മൾ ഈ പ്രാരബ്ധം പക്ഷെ എന്നിൽ കൂടെ നടന്നു പോയിക്കൊണ്ടേയിരിക്കും, നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ എൻ്റെ മനസ്സ് അതിൽ പതറത്തില്ല, അതിൽ അതിൽ ഭ്രമിക്കത്തില്ല. എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ ഭ്രമിക്കാതിരിക്കും. അതാണ് ഭ്രമമില്ലാത്ത ഒരവസ്ഥ. ഭ്രമമുള്ള അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. മറ്റേത് ആനന്ദാവസ്ഥ, അവിടെ ഭ്രമമില്ല. ഞാൻ ഈശ്വരനായി കഴിഞ്ഞു. എൻ്റെ ശരീരത്തിന് പക്ഷെ പ്രാരബ്ധമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടേണ്ട ഒരു അവസ്ഥ ഏത്? ഈ ശരീരം ഞാൻ ജീവൻ പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ അവസ്ഥയിലോട്ട് വരാൻ, അടുത്ത ജന്മത്തിൽ അടുത്ത ശരീരം എടുത്തിട്ടേ എനിക്ക് ഈ അവസ്ഥയെ ഒക്കത്തുള്ളൂ. മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ഒരു അവസ്ഥയല്ല ഈ മോക്ഷാവസ്ഥ, ആത്മസാക്ഷാത്കാരം. അടുത്ത ശ്ലോകം. യ സർവത്ര അനഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആരും ഒരിടത്തും ഒന്നിലും ആസക്തിയില്ലാതെ ശുഭമോ അശുഭമോ എന്തു വന്നാലും സന്തോഷിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്നില്ലയോ അവന്റെ ബുദ്ധി ഉറച്ചതാകുന്നു. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ സ്ഥിതപ്രജ്ഞന്റെ ആ ഒരു അവസ്ഥയായി പറയുന്നത്. വിദഗ്ധനായ ചിത്രകാരൻ താൻ വരയ്ക്കുന്ന ചിത്രത്തെ വിവിധ കോണുകളിൽ നിന്ന് മാറി മാറി വീക്ഷിച്ച് മികവുറ്റതാക്കുന്നത് പോലെ ഭഗവാൻ ഉചിതമായ പദങ്ങൾ തിരഞ്ഞെടുത്ത് സ്ഥിതപ്രജ്ഞന്റെ തൂലികാ ചിത്രത്തെ അതീവ സുന്ദരമാക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നിനോടും വിശേഷ പ്രതിപത്തിയില്ലാതെ ജീവിതാനുഭവങ്ങളെയെല്ലാം സമചിത്തതയോടെ അഭിമുഖീകരിക്കുന്നവനത്രേ സ്ഥിതപ്രജ്ഞൻ. ഈ ശ്ലോകത്തിലെ ആശയത്തെ മുഴുവനായി കണക്കിലെടുത്താലേ ഇവിടെ സൂചിപ്പിക്കുന്ന നിസ്സംഗതയുടെ അർത്ഥം വ്യക്തമാകും. വെറും നിസ്സംഗത ബ്രഹ്മനിഷ്ഠയുടെയോ വിവേക വിചാരത്തിൻ്റെയോ ലക്ഷണമല്ല. വിഷയവിരക്തി വന്നാൽ ബ്രഹ്മനിഷ്ഠ കൈവരിക്കാം എന്ന് കരുതി കർത്തവ്യകർമ്മങ്ങൾ വെടിഞ്ഞ് വനാന്തരങ്ങളെ ആശ്രയിക്കുന്ന എത്രയോ മൂഢസാധകരെ കാണാം. അർജുനൻ തന്നെ ഇത്തരത്തിലുള്ള തൻ്റെ ഇംഗിതം തുടക്കത്തിൽ വ്യക്തമാക്കിയുണ്ടായി. ഏകാന്തതയിൽ ഇരുന്ന് ആത്മസാക്ഷാത്കാരം നേടാമെന്നാണ് അയാൾ കരുതിയത്. ആത്മഹത്യാപരമായ പ്രസ്തുത സമ്പർക്കത്തിൽ നിന്ന് അർജുനനെ പിന്തിരിപ്പിക്കാനാണല്ലോ ഗീതോപദേശം ആരംഭിച്ചത് തന്നെ. ബുദ്ധിശൂന്യവും ആപത്കരവുമായ വൈകാരിക ബന്ധങ്ങളിൽ നിന്ന് വിരക്തനായി എന്നതുകൊണ്ട് മാത്രം സാധകന് ബ്രഹ്മനിഷ്ഠ കിട്ടിയില്ല. മനസ്സിനെ സന്തുലിതാവസ്ഥയിൽ നിർത്തുകയാണ് മുഖ്യം. ശുഭവും അശുഭവുമായ അനുഭവങ്ങൾ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അവയെ തുല്യനിലയിൽ കാണാൻ കഴിയണം. ശുഭം നന്മ വരുമ്പോൾ മതിമറന്ന് സന്തോഷിക്കുകയോ അശുഭം തിന്മ വരുമ്പോൾ മനം നൊന്തു കേഴുകയോ ചെയ്യരുത്. നിസ്സംഗനായി ജീവിക്കുക എന്നതിന് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നല്ല, ഭോഗ്യ വിഷയങ്ങൾക്ക് അടിമപ്പെടാതെ സ്വതന്ത്രനും സ്വധർമ്മനിരതനുമായി ജീവിക്കുക എന്നാണ് അർത്ഥം. ശീതകാലത്ത് പ്രഭാതത്തിലെ തണുപ്പകറ്റാൻ വെയിൽ കായുമ്പോൾ സൂര്യരശ്മി കണ്ണിൽ കുത്തുന്നുവല്ലോ എന്ന് ആവലാതിപ്പെടുന്നത് വിവേകത്തിന്റെ ലക്ഷണമല്ലല്ലോ. രശ്മി കണ്ണിൽ കുത്താതെ നോക്കി ഇളം ചൂടേറ്റ് തണുപ്പ് അകറ്റുകയാണ് വിവേകൾ ചെയ്യുക. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖം മാത്രമേ വരാവൂ, ദുഃഖം വരരുത് എന്നാഗ്രഹിക്കുന്നത് വിവരക്കേടാണ്. വന്നും പോയുമിരിക്കുന്ന സുഖദുഃഖങ്ങളെ നിസ്സംഗഭാവത്തിൽ അഭിമുഖീകരിക്കുന്ന ബ്രഹ്മനിഷ്ഠന് യാതൊന്നിൻ്റെ നേരെയും സന്തോഷമോ വെറുപ്പോ ഉണ്ടാവില്ല. മനസ്സിന്റെ നിറം ദൃശ്യവസ്തുക്കളിൽ ആരോപിക്കാതെ വസ്തുക്കളെ യഥാർത്ഥമായി കാണുന്ന, എല്ലാം പരമ്പൊരുളിന്റെ വിലാസം മാത്രമെന്ന് കാണുന്ന സിദ്ധപുരുഷന് ശുഭ അശുഭ ഭേദകൽപ്പന തന്നെ ഉണ്ടാവാൻ വയ്യ. ഹർഷമോ വിഷാദമോ ഇല്ലാത്ത അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ അന്യരുടേതുമായി തുലനം ചെയ്യാനാവില്ല. ഒരു ആത്മസാക്ഷാത്കാരിയെ, ഒരു സ്ഥിതപ്രജ്ഞനെ സാധാരണക്കാരനോട്ട് നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കത്തില്ല. അതാ ഇപ്പം നമ്മൾ ഈ ഒന്നിനോടും വിഷയപ്രവൃത്തി ജീവിതാനുഭവങ്ങളെ സംബന്ധിച്ചൊരു അഭിമുഖിക്കുന്ന നിസ്സംഗത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ കാണിക്കുന്നതിൽ ഇതുണ്ടല്ലോ, നമ്മളൊരു ആ നിസ്സംഗതയല്ല ഇതിൻ്റെ നിസ്സംഗത. നമ്മൾ ഈ നിസ്സംഗത എന്ന് പറയുന്നത് നമ്മളും ഇപ്പം ഉണ്ടാക്കുന്ന നിസ്സംഗത നമ്മൾ പർപ്പസായിട്ട് മാറി നിൽക്കുന്നു. അത് തെറ്റാണ്. ഈ നിസ്സംഗത്വം നമ്മളെ
ഇത് ഉറയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ഈ നിരന്തര ചിന്തനത്തിൽ കൂടെ, അല്ലാതെ നമ്മളെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് പ്രാവർത്തികമാക്കാൻ നോക്കും. അത് വളരെ വിവരക്കേടാ. ഈ നിസ്സംഗത്വം, എനിക്ക് എല്ലാത്തിനും ഞാൻ മാറുക, ഞാൻ ഡിസ്പാഷൻ ഉണ്ടാക്കുക, ഞാൻ അറ്റാച്ച്ഡ് ആവുന്നില്ല, ഞാൻ എല്ലാത്തിനും മാറുന്നു. നമുക്ക് വന്നു ചേരുന്ന കർത്തവ്യ കർമ്മങ്ങളിൽ നമ്മൾ ഒളിച്ചോടും പലരും. എന്തിന്റെ? ആധ്യാത്മികതയുടെ പേര്. ആത്മീയമായിട്ടിരിക്കുക ഞാൻ ഞാൻ എനിക്കിതൊന്നും പ്രശ്നം. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കർത്തവ്യ കർമ്മങ്ങളെ നമുക്ക് ഫ്രീഡം ഇല്ല. അത് അത് അണ്ടർഗോ ചെയ്തേ പറ്റൂ. ആ ഏത് മനോഭാവത്തിൽ ചെയ്യാന്നുള്ളതാ. നമ്മൾ ഇതിനകത്ത് നിന്നൊക്കെ മാറിപ്പോവാ. നമ്മൾ ഞാൻ ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി ഓരോ ആശ്രമങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോയിരിക്കും. യൂഷ്വലായിട്ട് എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ അത്യാഹിതം സംഭവിക്കുമ്പോഴേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഇതിനകത്ത് നിന്നുള്ളൊരു ഒളിച്ചോട്ടമാണ്. ആത്മീയതയുടെ പേരിൽ നമ്മൾ ഒളിച്ചോടും. ആശ്രമങ്ങളെ പോയി ഒക്കെ ആശ്രയിച്ച് അവിടെ ഇരിക്കും. ചിന്താവിഷ്ടയ സീത എന്നൊരു സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് ശ്രീനിവാസൻ കാണിക്കുന്ന പോലെ കർത്തവ്യകർമ്മം അതിനൊക്കെ മടിയാ. അപ്പൊ എങ്ങനെങ്കിലും ഇതിൻ്റെയൊക്കെ പേര് അവർ അച്ഛൻ പറഞ്ഞ് പർപ്പസായിട്ട് വിളിച്ച ശബരിമല പോകാൻ പറഞ്ഞില്ലയോ, അതിനെ പിടിച്ചോണ്ട് പിന്നെ ആത്മീയതായിട്ട് അങ്ങ് ഇരിക്കുക. ഓരോ ആശ്രമങ്ങളിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒന്നും ആരും നമുക്ക് സ്വസ്ഥത കിട്ടത്തില്ല. നമ്മളിങ്ങനെ ഈ വെളിയിൽ കാണിക്കുന്നതല്ല ആത്മീയത. എൻ്റെ മനസ്സിന്റെ പരിവർത്തനം നടക്കണം അവിടെ. അല്ലാതെ വെളിയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എന്ന് വിചാരിച്ചോണ്ടാവത്തില്ല. നമുക്ക് എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ചിലർ പെട്ടെന്ന് ആത്മീയതയാവും. ഇതിനകത്ത് ചിലപ്പം ഈ അത്യാഹിതം സംഭവിക്കുമ്പോൾ ഈശ്വരനുള്ള വിശ്വാസം പോയി ചിലർക്ക് പെട്ടെന്ന് പിന്നെ അതിലോട്ടങ്ങ് ആവും. രണ്ടും ആയിക്കൂടാ. ചിലരെങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്യാഹിതം സംഭവിക്കുമ്പോൾ ഇത്രയും ഞാൻ നാളെ ഈശ്വരനെ ഭജിച്ചു അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി എനിക്ക് കിട്ടിയ അനുഭവം ഇതാണല്ലോ, പിന്നെ ഈശ്വരനോട് ആ ഒരു കൺസെപ്റ്റിനോട് വെറുപ്പ് വരും. ചിലർക്കാണെങ്കിലോ അത്യാഹിതം സംഭവം പെട്ടെന്ന് ആശ്രമത്തിലോ എവിടെങ്കിലും പോയി ഇനി ഇതാണ് ജീവിതം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാതെ എടുത്തു ചാടുന്നത് വളരെ അബദ്ധമായി. അതാ ഇതിനെ ഈ കഴിഞ്ഞ 2-3 പാരഗ്രാഫിലോട്ട് പറഞ്ഞത്. അർജുനന് ഇത് തന്നെ കാണിച്ചത്. അർജുനന്റെ ഒരു സംസ്കാരമുണ്ട്. അവനൊരു യോദ്ധാവായിരുന്നു. യുദ്ധകളത്തിൽ വന്നപ്പോഴോ, അയ്യോ എൻ്റെ മുത്തശ്ശനെ എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, ഞാൻ ഭിക്ഷ എടുത്താലും ജീവിച്ചോളാം, യുദ്ധം ചെയ്യാതെ പിന്മാറി എവിടെയോ പോയിരുന്ന് നമുക്ക് നല്ല മോക്ഷം കിട്ടും, അല്ലെങ്കിൽ എനിക്കിതൊന്നും നമ്മൾക്ക് വന്നു ചേരുന്ന കർത്തവ്യ കർമ്മങ്ങൾ നമ്മൾ അണ്ടർഗോ ചെയ്തേ പറ്റൂ. അത് ഏത് മനസ്സോടുകൂടി ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ മുഖ്യം. അല്ലാതെ അതിനകത്ത് നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നത് വിഡ്ഢിത്തമാണ്. ഞാൻ പിന്നെയും എനിക്കിത് ഫേസ് ചെയ്തേ പറ്റൂ. അതിൽ നിന്നും നമ്മൾ ഈ സൂയിസൈഡിൽ നിന്ന് എങ്ങനെ പല ജീവിതം, ഇനിയിപ്പോൾ വഴിയില്ല, എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ജീവിക്കാൻ ഇഷ്ടമില്ല, സൂയിസൈഡ് ചെയ്യുക. പക്ഷെ ഈ ജീവാത്മാവ് തിരിച്ചും ഇതേ സാഹചര്യത്തിൽ ഒന്ന് ജന്മമെടുക്കും. ഇതിനെ അനുഭവിക്കാതെ പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ സൈക്കിളിൽ കടന്ന് കറങ്ങാം. അല്ലാതെ തീർച്ചയായിട്ടും അനുഭവിച്ചേ പറ്റൂ. ആർക്കും ഇതിനകത്ത് നിന്ന് മോചനമില്ല. കാരണം നമ്മളിത് പക്ഷെ എങ്ങനെ അനുഭവിക്കണം എന്നുള്ളത് എനിക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ദുഃഖിക്കണോ വേണ്ടായോ എന്ന് ഞാൻ തീരുമാനിക്കാം. ഈ സത്യങ്ങളെ തിരിച്ചറിഞ്ഞാൽ എനിക്ക് പിന്നെ ഈ അനുഭവങ്ങളെ എനിക്ക് സാക്ഷിഭാവത്തിൽ നോക്കിക്കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. ബുദ്ധിശൂന്യവും ആപത്കരവുമായ വൈകാരിക ബന്ധങ്ങളിൽ നിന്ന് വിരക്തനായി എന്നതും നമ്മൾ ചില ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒളിച്ചോട് മാറിപ്പോകും. എന്തിനാ ഞാൻ എനിക്ക് ഹയർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, എനിക്ക് സന്യാസിക്കണം, എനിക്ക് ഇതിനകത്ത് മോചനം വേണം പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ വാസനകളെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുകയില്ല. എൻ്റെ വാസനകളിൽ കൂടെ മാത്രമേ എനിക്ക് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റത്തുള്ളൂ. വാസന എന്ന് പറഞ്ഞത് കർമ്മഫലമാണ്. ആ കർമ്മഫലത്തിനെ ഞാൻ എങ്ങനെ ഇല്ലാതാക്കണം? ഒളിച്ചോടിയോണ്ട് കാര്യമുണ്ടോ? അത് ചെയ്യാതിരുന്നോണ്ട് കാര്യമുണ്ടോ? ആ കർമ്മങ്ങളിൽ കൂടെ അതിനെ ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ. കർമ്മഫലത്തിനെ കർമ്മത്തിൽ കൂടെ വേണം. എങ്ങനെ കർമ്മത്തിൽ കൂടെ? ആ കർമ്മത്തിനെ യോഗമാക്കി വേണം അതിനെ നള്ളിഫൈ ചെയ്യാൻ. കർമ്മത്തിനെ സമർപ്പണ ബുദ്ധിയിൽ എൻ്റെ ആറ്റിറ്റ്യൂഡാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. അല്ലാതെ ഞാൻ ചെയ്യാതിരിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. ശുഭവും അശുഭമായ അനുഭവങ്ങൾ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അവയെ തുല്യനിലയിൽ കാണാൻ കഴിയണം. ഇതാണ് നമ്മൾ ആ പെയർ ഓഫ് ഓപ്പോസിറ്റ്സ്. എനിക്കതില്ല. എന്തുകൊണ്ടില്ല? ഞാൻ ഈ ഈശ്വരൻ്റെ അംശമാണെന്നും ഇതെന്നിൽ വന്ന ഒരു വാസനാ മാലിന്യമാണെന്നും ഈ അനുഭവങ്ങളൊക്കെ നല്ലതും ചീത്തയും അനുഭവങ്ങൾ വന്നു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ഇതെല്ലാം ഈ മനസ്സ് ഉറച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ബുദ്ധിയല്ല, ഞാൻ ഈശ്വരൻ്റെ അംശമാണെന്നുള്ള ഉറപ്പ് നിരന്തര ചിന്തനത്തിൽ കൂടെ ഒക്കത്തുള്ളൂ. അത് ഉറച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവും. നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ട കാര്യമില്ല, അത് താനെ മാറും.
ആ ട്രാൻസ്ഫോർമേഷനാണ് നടക്കണ്ടേ. അല്ലാതെ ഞാൻ ഫിസിക്കലായിട്ട് എല്ലാം വിട്ടെറിയുന്നത് ശുദ്ധമണ്ടത്തരമാണ്. നിസ്സംഗനായി ജീവിക്കുക എന്നതിന് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നല്ല. ഭോഗ്യ വിഷയങ്ങൾക്ക് അടിമപ്പെടാതെ സ്വതന്ത്രനും സ്വധർമ്മനിരതനുമായി നമ്മൾ എന്തൊക്കെ അനുഭവങ്ങളുണ്ട്, എന്തൊക്കെയുണ്ടോ അത് അനുഭവിക്കുമ്പോൾ അതിനേക്ക് അടിമപ്പെടാതെ, ഞാൻ എൻ്റെ വാസനകൾ ഇഷ്ടവും അനിഷ്ടവും അതിൻ്റെ അടിമയാകാതെ, ഞാനിപ്പോൾ നമ്മളെന്ത് വിചാരിക്കുന്നത്, നമ്മളെല്ലാം ഭയങ്കര സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു വിചാരിക്കും. നമ്മളെല്ലാം അടിമകളാണ്. നമ്മളെല്ലാം യഥാർത്ഥത്തിൽ അടിമകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും അടിമ. ഇപ്പൊ ആരെങ്കിലും അടിമയല്ല, ഞാൻ അടിമയല്ലെന്ന് പറയാൻ പറ്റുമോ? ആരുടെ അടിമയാ? നിങ്ങളുടെ തന്നെ, നമ്മുടെ തന്നെ ഇഷ്ടത്തിൻ്റെയും അനിഷ്ടത്തിൻ്റെയും. അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല നമുക്ക്. എനിക്ക് ഇങ്ങനെ ഒക്കൂ, എനിക്ക് ഇങ്ങനെയാണ്, മാറി ചെയ്യണ്ട. എൻ്റെ ഇഷ്ടത്തിൻ്റെ അടിമയാ ഞാൻ, എൻ്റെ അനിഷ്ടത്തിൻ്റെ അടിമയാ ഞാൻ. നമ്മൾ ഇതിനെയാണ് മാറ്റേണ്ടത്, ഈ അടിമത്വം. ഞാൻ വിചാരിക്കുന്ന പോലാണ് എൻ്റെ ഇഷ്ടവും അനിഷ്ടവും, അല്ലാതെ ഇഷ്ടം വിചാരിക്കുന്ന പോലല്ല ഞാൻ ചെയ്യേണ്ടത്. എൻ്റെ അതാ വിവേകത്തിൽ വേണം. വിവേകത്തിലാണ്. വിവേകമാകുമ്പോൾ ഞാൻ എൻ്റെ വാസനയുടെ മാസ്റ്റർ ആവും. അല്ലെങ്കിലോ ഞാൻ എൻ്റെ വാസനയുടെ അടിമയാണ്. നമ്മളിപ്പോൾ എല്ലാം അടിമ ജീവിതമാണ് നയിക്കുന്നത്. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖം മാത്രമേ വരാവൂ, ദുഃഖം വരരുത് എന്നാഗ്രഹിക്കുന്ന വിവരക്കേടാണ്. വന്നും പോയും ഇരിക്കുന്ന സുഖദുഃഖങ്ങളെ നിസ്സംഗഭാവത്തിൽ അഭിമുഖീകരിക്കുന്ന ബ്രഹ്മനിഷ്ഠന് യാതൊന്നിൻ്റെയും നേരെ സന്തോഷമോ വെറുപ്പോ ഉണ്ടാവില്ല. മനസ്സിന്റെ നിറം ദൃശ്യവസ്തുത. ഇതാണ് നമ്മൾ ഈ വരുന്ന അനുഭവങ്ങളെ അനുഭവങ്ങളായിട്ട് കാണും. നമ്മൾ ഇതിനകത്തിൽ ഈ മുങ്ങിത്താഴുകയാണ്. അപ്പം നമുക്ക് ഇതിനെ മാറി നിന്ന് കാണാൻ പറ്റത്തില്ല, സാക്ഷിഭാവത്തിൽ കാണാൻ പറ്റത്തില്ല. നമ്മൾ ഇത് എപ്പോഴാണ് ഇതൊക്കെ എനിക്ക് ഉറപ്പ് വരുന്നത്? ഞാനൊരു നമ്മൾ ആദ്യമേ നമ്മൾ ഈ പഠിച്ച് ഈ അറിഞ്ഞ കാര്യങ്ങളെ നിരന്തരം ചിന്തിക്കുക. നമ്മൾ കൂടുതൽ അറിവിനെ നേടിക്കൊണ്ടിരുന്ന ഈ അറിവെന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുക. പരമാത്മ ചൈതന്യത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. മധുരത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ? ആർക്കെങ്കിലും മധുരത്തിനെ 100% പല ഇൻഡിക്കേഷൻസ് കാണിക്കാമെന്നല്ലാതെ ഒരു 100% എക്സ്പ്ലനേഷൻ മധുരത്തിനുണ്ടോ? അതിനെ എങ്ങനെ അറിയാൻ പറ്റും? എൻ്റെ അനുഭവത്തിൽ കൂടെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഈ ഈശ്വരൻ എന്നുള്ള ഒരു ബോധ ചൈതന്യമാണെന്നും ആ ബോധ ചൈതന്യത്തിൻ്റെ അംശമാണ്, ആ ബോധ ചൈതന്യമാണ് എൻ്റെ ചിന്തകളിൽ കൂടെ ബോധ ചിന്തയായിട്ട് മാറുന്നതെന്നും ഈ ചിന്തകൾ എൻ്റെ വാസനയിൽ നിന്ന് വരുന്നതാണെന്നും ഇതെൻ്റെ മാലിന്യമാണെന്നും തിരിച്ചറിഞ്ഞ് നമ്മൾ ഈശ്വര ചൈതന്യമാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം. അപ്പം നമ്മൾ ഈ അനുകൂല പ്രതികൂല അനുഭവങ്ങളെ നമ്മൾ നിസ്സംഗത്വം വരും. അതുമായിട്ട് ഡിസ്പാഷൻ, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഞാൻ പർപ്പസായിട്ടല്ല, അത് യാന്ത്രികമായി ഉണ്ടാകും. നമ്മളിൽ വന്ന് ചേരും ആ ഒരു ഗുണം. അത് എനിക്ക് ഉറപ്പ് വരണം എൻ്റെ മനസ്സിന്. മനസ്സിപ്പോൾ ചഞ്ചലവാ, ഇത് ആവുമോ? നമുക്ക് എപ്പോഴും മനസ്സൊന്ന് അരച്ചു നോക്കി, ചഞ്ചലവാ, ഒരിടത്ത് നിൽക്കത്തില്ല. അതാണോ ഇതാണോ? നമുക്ക് മനസ്സ് സംശയാത്മികമാണ് എപ്പോഴും. നമ്മുടെ ഒരു നിശ്ചയാത്മിക ബുദ്ധി ഉണ്ട്, വിവേക ബുദ്ധി ഉണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അറിയുമ്പോഴാണ് നമുക്ക് ഈ നിസ്സംഗത്വം വരുന്നത്. അല്ലാതെ നിസ്സംഗത്വം വരണം പറഞ്ഞുകൊണ്ട് ഞാൻ പലതിൽ നിന്നും ഒളിച്ചോട്ടോ അല്ല ഈ നിസ്സംഗത്വം. നമുക്ക് വന്നു ചേരുന്നതിന് അത് മനുഷ്യജന്മം എടുത്തുപോയി. നമുക്ക് ചില ഇതെല്ലാം ഫേസ് ചെയ്തേ പറ്റൂ. എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള ഫ്രീഡം എനിക്കുണ്ട്. ഞാൻ ആ ഫ്രീഡം എക്സസൈസ് ചെയ്യുന്നില്ല. മൃഗങ്ങൾക്ക് ഒക്കത്തില്ല, പക്ഷെ മനുഷ്യനൊക്കും. നമ്മൾ മൃഗത്തിൻ്റെ കൂട്ടി ജീവിക്കുക. നമുക്ക് വന്നു ചേരുന്നതിന് ഞാൻ അതിനകത്ത് മുങ്ങിത്താണ് പോവുക, അതിനനുസരിച്ച് പോവുക. മനുഷ്യന് മാറി ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ ആ ഫ്രീഡം എക്സസൈസ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോവുക. എനിക്ക് അനിഷ്ടവും ഇഷ്ടവും ഞാൻ ഈ രണ്ടിൻ്റെ അനുസരിച്ചാണ് ഞാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിന്റെ അടിമയായിട്ട് കർമ്മം ചെയ്യുക. എൻ്റെ ഇഷ്ടത്തിൻ്റെ അടിമയാണ്. ആ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റുന്നുള്ളൂ. മാറി ചെയ്യാൻ എനിക്ക് പറ്റും, പക്ഷെ ഞാൻ ചെയ്യത്തില്ല. കാരണം എന്താ? എൻ്റെ ഇഷ്ടമാണ് ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് ഒക്കത്തില്ല. നമ്മൾ അതിൻ്റെ അടിമയായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈശ്വരൻ അകന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മളിതിനെല്ലാം തിരിച്ചറിയുമ്പോഴോ ഇതൊക്കെ എൻ്റെ മാലിന്യമാണെന്നും നമ്മൾ വിചാരിക്കുന്നതുവാ എൻ്റെ ഇഷ്ടമാണ് ഏറ്റവും നല്ലത്, ഇത് നല്ല ഇഷ്ടമല്ലയോ, ഞാൻ നല്ല സ്വഭാവമുള്ളവരല്ലയോ, ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ. നമ്മൾ ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഇതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ നമുക്കറിയാം ഇത് സത്യമാണെന്ന്. ഇതിൽ ഉറയ്ക്കണം. മനസ്സുറയ്ക്കുമ്പോൾ നമുക്ക് ഇതുമായിട്ടുള്ള ആ നിസ്സംഗത്വം അനുഭവപ്പെടും. ആ നിസ്സംഗത്തിൽ കൂടാണ് എനിക്ക് അടുത്തതിലോട്ട് ധ്യാനമൊക്കെ അനുഭവിച്ച് ഈ ലയനം നടക്കത്തുള്ളൂ. ഏതുമായിട്ടുള്ള ലയനം? ഈ ഈശ്വരൻ ബോധമായിട്ടുള്ള, ശുദ്ധ ബോധമായിട്ടുള്ള പരമാത്മ ചൈതന്യത്തിൽ ലയിക്കണം എന്നുണ്ടെങ്കിൽ ധ്യാനത്തിൽ കൂടെ ഒക്കത്തുള്ളൂ. ജ്ഞാനം, ധ്യാനം, ലയനം എന്നുവെച്ചാൽ മോക്ഷമായി കഴിയും. ജ്ഞാനത്തിൽ കൂടെ ഏത് മാർഗത്തിൽ കൂടെ വന്നാലും, ഭക്തിമാർഗമായാലും
ജ്ഞാനമാർഗമായാലും കർമ്മയോഗമായി ഏത് മാർഗത്തിൽ കൂടെ വന്നാലും ഈ ജ്ഞാനം ആർജിച്ച്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ പരമാത്മ ചൈതന്യത്തിലുള്ള എൻ്റെ അനുഭവം ആവണം അത്. ആ അനുഭവത്തിൽ കൂടെ വന്ന് ഞാൻ അതുമായിട്ട് ധ്യാനിച്ച്, ദറ്റ് ഈസ് ആ ധ്യാനം ധ്യാനത്തിൽ കൂടാണ് ഇത് ലയനം നടക്കുന്നത്. അതിൻ്റെ ഒരു ഒരു കമ്പാരിസൺ ഉണ്ട്. ഒരു നദി ഒഴുകി വരുന്നു. നദി ഒഴുകി മലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്ന് അതെവിടെ കടലിൽ അവസാനം ചേരുന്നേ. ഈ നദി ഒഴുകി വരുന്നത് അനുസരിച്ച് ഇതുപോലാണ് നമ്മുടെ ജീവിതവും. അത് പല രീതിയിൽ ആ നദിയെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം. പല രീതിയിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് പോവാം. പക്ഷേ ഈ നദി വന്ന് അവസാനം കടലിലോട്ട് വീഴുന്ന സമയത്ത് അത് വന്ന് ഒഴുകി വന്ന് 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 ഇങ്ങനെ വന്ന് വീഴാൻ പോവാ. ആ സമയത്ത് അതിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുക്താവസ്ഥയിലുണ്ട് ജീവൻ മുക്തി എന്ന് വെച്ചാൽ ബാലൻസ്ഡ് മൈൻഡ്. ജീവന് മുക്തിയാ. നമുക്ക് ഈ ലയനം എന്ന് പറയുന്നത് മോക്ഷാവസ്ഥയ്ക്ക് രണ്ട് അവസ്ഥാഭേദമുണ്ട്. ജീവൻ മുക്തിയും ബ്രഹ്മനിർവാണവും. ജീവൻ മുക്താവസ്ഥ എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് മൈൻഡ്, സ്ഥിതം, പ്രജ്ഞ സ്ഥിരമാവും, സമബുദ്ധി, സമബുദ്ധിയായ സമചിത്തത വന്നത് മനസ്സിന് മാത്രമേ ഈ ലയനത്തിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ഈ സമചിത്തത വരികയാണ് ഈ ബാലൻസ്. വൺസ് ബാലൻസ്ഡ് മൈൻഡ് ആയോ പിന്നെ എനിക്ക് പിന്നെ ലയനമാണ്, ഓട്ടോമാറ്റിക്കാണത്. അതാ ജീവൻ മുക്താവസ്ഥയിലോട്ട് എത്തുക എന്ന് വരുന്ന മാത്രമേ ഉള്ളൂ നമുക്ക് പ്രയത്നം. ജീവൻ മുക്താവസ്ഥ വെച്ചാൽ സമചിത്തമായ മനസ്സിനെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് എൻ്റെ മൈൻഡിൻ്റെ സ്റ്റേറ്റ്, ആ അവിടം വരെ എനിക്ക് പ്രയത്നം ആവശ്യമാണ്. എന്തുവാ? നിരന്തര ചിന്തനത്തിൽ കൂടെ ഒക്കത്തുള്ളത്. അത് വൺസ് അത് അറ്റൈൻ ആയാലോ പിന്നെ അത് പിന്നെ ലയനമാണ്, അത് ബ്രഹ്മനിർവാണം. സോ ജീവൻ മുക്താവസ്ഥ, ബ്രഹ്മനിർവാണം. അപ്പം ഇത് രണ്ടും അടുത്തടുത്ത അവസ്ഥകളാണ്. നിർവാണം പിന്നെ പിന്നെ എനിക്ക് ഈ ജന്മങ്ങളില്ല, പക്ഷേ എൻ്റെ മനസ്സ് ലയിച്ചു കഴിഞ്ഞു. പ്രാരബ്ധം വരെ ഈ ശരീരം നിലനിൽക്കും, പക്ഷേ എൻ്റെ മനസ്സ് ലയിച്ചു കഴിഞ്ഞു. ആ ആ അങ്ങനൊരു അവസ്ഥയുള്ള ആളിൻ്റെ കാര്യം. പക്ഷേ അത് നിർഗുണ വെച്ചാൽ ഈ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കും, പക്ഷേ മനസ്സ് ഡിസ്റ്റർബൻസേ വരത്തില്ല. എല്ലാം ബ്രഹ്മത്തിൽ, നമ്മളെല്ലാം ഒരു ബ്രഹ്മത്തിലായിരിക്കും. അതാ പറഞ്ഞ അപ്പം നമ്മുടെ പെർസെപ്ഷനെ നമുക്കിപ്പോൾ ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെല്ലാം ബ്രഹ്മഭാവത്തിലായിരിക്കും. പിന്നെ ആ സ്റ്റേജിൽ ബ്രഹ്മഭാവമാണ്. ഇപ്പം നമ്മളോ ബ്രഹ്മഭാവത്തിലല്ല, നമ്മൾ ദ്വൈതഭാവത്തിലാണ്. എന്നുവെച്ചാൽ എല്ലാത്തിനും നമ്മൾ വ്യത്യസ്തമായിട്ട് കാണുന്നു. മറ്റേ അങ്ങനെയല്ല, എല്ലാം ഒന്നായിട്ട് കാണും. എന്നുവെച്ചാൽ കാണുന്ന ദൃശ്യങ്ങളെല്ലാം ഒറ്റ ദൃശ്യം എന്നുള്ളതല്ല എൻ്റെ കൺസെപ്റ്റ്. നമ്മളെല്ലാത്തിനും ഒരേ ഇത്. നമ്മൾ ഒരാളോട് ഇഷ്ടമോ അനിഷ്ടമോ അല്ലെങ്കിൽ വിരോധിയോ അല്ലെങ്കിൽ മിത്രമോ അങ്ങനൊന്നും ഇല്ല. എല്ലാം സമഭാവന. ഇപ്പം ഈ കൗരവാദികളോടും പാണ്ഡവന്മാരോടും കൃഷ്ണന് ഒരേ മനസ്ഥിതിയാണ്. നമുക്ക് തോന്നുന്നതാണ് ഈ കൃഷ്ണൻ പാണ്ഡവരുടെ ബന്ധുവാണ്. കൗരവരുടെയും ഇത് ആ ധർമ്മവും അധർമ്മത്തിൽ നിൽക്കുന്നുണ്ടുള്ള വ്യത്യാസമേ ഉള്ളൂ. ഈശ്വരന് ആരോടും പ്രതിപത്തിയില്ല, ആരോടും ദേഷ്യവും ഇല്ല, ആരോടും സ്നേഹവും ഇല്ല. നിർഗുണം, അത് നിർഗുണ പരബ്രഹ്മമാണ്. അതിന് ഗുണമില്ല. ആ ഒരു അവസ്ഥയിലോട്ട് നമ്മളെ അതെന്ന് വെച്ചാൽ അതൊരു വേസ്റ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയല്ല. അത് ശൂന്യമല്ലത്, അതിനൊരു ആനന്ദാവസ്ഥയാണ്. ആ അവസ്ഥയിൽ നമുക്ക് അറ്റൈൻ ചെയ്യാം. അതാ പറഞ്ഞു ഈ ഒരു ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് നമ്മുടെ പ്രാക്ടീസിൽ കൂടെ. അത് അല്ലാതെ ഏതോ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒന്നല്ലത്. പ്രയത്നം അതിന് ആവശ്യമാണ്. അതിനാണ് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. മനുഷ്യജന്മത്തിലെ ആ പ്രയത്നം സാധിക്കത്തുള്ളൂ. എങ്ങനെ? വിവേകം ഉപയോഗിച്ച്. വികാരം മീൻസ് എൻ്റെ വാസനയാണ്. വാസന കൊണ്ടുള്ള ഞാൻ ജന്മത്തിനെ കൂട്ടാം. വിവേകത്തിൽ വന്നാലോ എനിക്ക് ഈശ്വരനോട്ടിൽ നീങ്ങാം. അതാ ധർമ്മത്തിൽ വേണം. ഈ വിവേകം എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്. ബ്രഹ്മം സത്യവും അതിൻ്റെ ആക്ഷൻ ധർമ്മവുമാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്യമാണ്. പരമാത്മ ചൈതന്യത്തിന് സത്യം ചെന്തുവാ? മാറ്റമില്ലാത്തത്. പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും അതിന് മാറ്റമില്ല. എപ്പോഴും ദേശകാല പരിമിതികളില്ലാതെ ഒരേ അവസ്ഥയാണ്. ഈ ഇതിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ദ്വൈതത്തിൽ നിൽക്കുക, വാസനയിൽ നിൽക്കുക. ആ വാസന മാലിന്യം നീങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അദ്വൈതമായി കഴിഞ്ഞു, പിന്നെ ഒന്നിനോട് ഒന്നായി കഴിഞ്ഞു. ഈ അവസ്ഥയിലോട്ട് വരണമെന്നുണ്ടെങ്കിലോ എനിക്ക് ബാലൻസ്ഡ് മൈൻഡ് ഉണ്ടാവണം, സമചിത്തമായ മനസ്സ്. ഇതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അത് നമ്മൾ ആ സമചിത്തതയ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാൽ പോരാ. ഈ നിരന്തര ചിന്തനം, നമ്മൾ പാരമാർത്ഥ്യ സത്യങ്ങളെ നിരന്തരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് വേറെ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച്. ഒന്ന് ഈ പാസ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള ഒരു ചിന്താഗതി. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഈ കർമ്മം ചെയ്യുന്നതിൻ്റെ പുറകിൽ
ആ കർമ്മം ചെയ്യാൻ എന്തുകൊണ്ട് ഒക്കും? എൻ്റെ കഴിവും എടുക്കുമല്ല, ഈ ഈശ്വര ചൈതന്യം എന്നിൽ ഉണ്ടായതുകൊണ്ടാ. ഈ ഒരു ഉറപ്പ് നമ്മൾ നിരന്തരം ചിന്തിച്ച് ഇതിനെ ഉറയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാത്തിൽ നിന്നും എനിക്ക് ഡിസ്പാഷൻ, നിസ്സംഗത്വം കൈവന്നുകൊണ്ടിരിക്കും. അതിൻ്റെ പൂർത്തീകരണമാണ് ജീവൻ മുക്തി, മുക്താവസ്ഥ. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയാം. 2-3 മിനിറ്റ് ഉണ്ട്.